തിരുവനന്തപുരം കോട്ടൺ ഹിൽ ഗേൾസ് HSSൽ വിദ്യാർത്ഥികളെ ക്ലാസ്സിൽ പൂട്ടിയിട്ട് ഏത്തമിടിച്ച് അധ്യാപികയായ ദരീഫയ്ക്കെതിരെയാണ് പരാതി ഉയർന്നിരിക്കുന്നത്. സംഭവം ന്യൂസ് മലയാളത്തോട് സ്ഥിരീകരിച്ച കോട്ടൺ ഹിൽ സ്കൂളിന്റെ പ്രധാനാധ്യാപിക അങ്ങനെ ഒരു സംഭവം ടീച്ചറിന്റെ വായിന്ന് വന്നു. അങ്ങനെ പറഞ്ഞായിരുന്നു. പക്ഷെ അത് നമ്മള് വിളിച്ച് വഴക്ക് പറഞ്ഞു. മീറ്റിംഗ് ഒക്കെ വിളിച്ചു കൂട്ടി സംസാരിച്ചു. ടീച്ചർ മാപ്പ് പറഞ്ഞു. ഇനിമേലെല്ലാം അങ്ങനെ ആവർത്തിക്കൂല, അറിയാതെ പറ്റിപ്പോയതാണ് എന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും അങ്ങനെ ഒരു വാക്ക് പറയാൻ പാടില്ലാത്തതായിരുന്നു. ടീച്ചർ എന്തുകൊണ്ട് അങ്ങനെ ഉച്ചരിച്ചു വഴക്കം പറഞ്ഞിട്ടുണ്ട്. വിവരങ്ങളുമായി തിരുവനന്തപുരത്തു നിന്നും ചന്തു ചന്ദ്രശേഖർ ചേരുകയാണ്. ചന്തു, ഈ സംഭവം എന്നാണ് ഉണ്ടാകുന്നത്? എത്രത്തോളം വിദ്യാർത്ഥികളെയാണ് ഇങ്ങനെ പൂട്ടിയിട്ട് ഏത്തമിടിച്ചത്? സംഗീത, ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഇത്തരത്തിലൊരു സംഭവം തിരുവനന്തപുരം കോട്ടൺ ഹിൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉണ്ടായത്. വൈകുന്നേരം വിദ്യാർത്ഥിനികൾ സ്കൂൾ കഴിഞ്ഞ ശേഷം പോകാനൊരുങ്ങുമ്പോഴായിരുന്നു സംഭവം. ദേശീയഗാനം ആലപിക്കുന്നതിനിടെ ഇത്തരത്തിൽ അധ്യാപിക ആയിട്ടുള്ള ദരീഫ കുട്ടികൾ പുറത്തിറങ്ങിയതിലൊരു ശിക്ഷാ നടപടിയായി കുട്ടികളെ ക്ലാസ് മുറിയിൽ പൂട്ടിയിടുകയും അതിനുശേഷം ഏത്തപിടിക്കുകയും ചെയ്തു എന്നതാണ് പ്രധാനമായും പരാതിക്ക് അടിസ്ഥാനപരമായ കാര്യം. ഇതിൽ രക്ഷിതാക്കൾ പരാതി പ്രിൻസിപ്പളിനെ തന്നെ അറിയിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിൽ ഒരു വിശദീകരണം അധ്യാപികയോട് ചോദിച്ചപ്പോൾ അധ്യാപിക ഈ കാര്യം സമ്മതിക്കുകയും ചെയ്തത്. വർക്ക് എക്സ്പീരിയൻസ് ടീച്ചറായിട്ടുള്ള ദരീഫയാണ് ഇത്തരത്തിലൊരു നടപടി അവിടെ ചെയ്തതെന്നതാണ് പ്രധാനമായും പറയേണ്ട കാര്യം. എന്തായാലും ഈ രക്ഷിതാക്കൾ കുട്ടികൾ വീട്ടിലെത്താൻ വൈകിയ കാര്യം തിരക്കുകയുണ്ടായി. ഇത് കുറച്ചധികം സമയം ഇതുമായി ബന്ധപ്പെട്ട് കുട്ടികളെ ക്ലാസ്സിൽ പൂട്ടിയിട്ടു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 9D കുട്ടികളെയായിരുന്നു ഇത്തരത്തിൽ പൂട്ടിയിട്ട് ഏത്തപിടിച്ചത് എന്നതാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ രക്ഷിതാക്കൾ പരാതി പറഞ്ഞതിനനുസരിച്ച് ആദ്യം ഈ കാര്യം ലാഘവത്തോടെ എടുക്കുകയും അത് ഒതുക്കി തീർക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നൊരു ആക്ഷേപവും ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും ഇതിൽ ഇപ്പോൾ പ്രധാന അധ്യാപിക തന്നെ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. പ്രധാന അധ്യാപിക തന്നെ നമ്മോട് ആ കാര്യം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇനി ഇങ്ങനെ ആവർത്തിക്കില്ല എന്ന ഒരു വിശദീകരണമാണ് അവർ നൽകിയതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദേശീയഗാനം പാടുന്നതിനിടെ കുട്ടികൾ പുറത്തിറങ്ങിയപ്പോൾ ചെയ്തതാണ് എന്ന ഒരു വിശദീകരണവും ഈ അധ്യാപികയുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിലൊരു റിപ്പോർട്ടായി തന്നെ ഈ HM നമ്മോട് സംസാരിച്ച പ്രധാന അധ്യാപിക DDEക്ക് സമർപ്പിച്ചിട്ടുണ്ട്. ഇനി ഈ കാര്യത്തിൽ DDE ആണ് നടപടി സ്വീകരിക്കേണ്ടത്. ശരി, തിരുവനന്തപുരത്തു നിന്നും ചന്തു ചന്ദ്രശേഖരാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.